ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം ദശകം 14 കപിലാവതാരം. അത് നമുക്കിന്ന് സമ്പൂർണ്ണമായിട്ട് ചൊല്ലിയിടാൻ ശ്രമിക്കാം. ഇതുവരെ ഇതിൻ്റെ അർത്ഥങ്ങളും എല്ലാം കേട്ട് എല്ലാവരും ശ്രദ്ധിച്ച് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് പുതിയ ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഹരേ കൃഷ്ണ. നമുക്ക് ദശകം 14 സമ്പൂർണ്ണമായിട്ട് ചൊല്ലാം. സമനുസ്മൃതതാവതാം ഘ്രിയുഗ്മ സമനു പങ്കജസംഭവാംഗജന്മാ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ സമയേ ഖലു തത്ര കർദ്ധമാഖ്യോ ദ്രുഹിണച്ഛായ ഭവസ്തദീയവാചാ ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവം സ്ത്വാമയുധം സമാസിഷേവേ ഗരുഡോപരി കാളമേഘകമ്രം വിലസത്കേളിസരോജപാണിപത്മം അസിതോലസിതാനനം വിഭോത്വം ബപുരാവിഷ്കുരുഷേ സ്മ കർദ്ധമായ സ്തുവദേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാഭിപുത്രീഃ കപിലഞ്ച സുധം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപ്യനുഗൃഹ്യ നിർഗതോ ഭൂഃ സമനു ശതരൂപയാ മഹിഷ്യാ ഗുണവത്യാ സുദയാ ച ദേവഹൂത്യാ ഭവദീരിത നാരദോപദിഷ്ടഃ സമഗാത് കർദ്ധമമാഗതി പ്രതീക്ഷം മനുനോപഹൃതാം ച ദേവഹൂതിം തരുണീരത്നമവാപ്യ കർദ്ധമോസോ ഭവദർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദധൗ പ്രസാദം സ പുനസ്ത്വദുപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുല സങ്കുലോ നവാത്മാ വ്യഹരദ്ദേവ പദേഷു ദേവഹൂത്യാ ശതവർഷമധ വ്യതീതസോയം നവകന്യാസമവാപ്യ ധന്യരൂപാഃ വനയാനസമുദ്യതോപി കാന്താഹിതകൃത് ത്വജ്ജനനോത്സുകോ ന്യവാൾസീത് നിജഭർതൃഗിരാ ഭവന്നിഷേവാ നിരതായാമധ ദേവദേവഹൂത്യാം കപിലസ്ത്വമജായധാ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം വനമേയുഷി കർദ്ധമേ പ്രസന്നേ മദസർവസ്വമുപാദിശൻ ജനന്യേ കപിലാത്മകവായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാത്. ശ്രീഹരയേ നമഃ.